നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിന്ദുത്വം എന്ന് കേൾക്കുമ്പോൾ കലിതുള്ളുന്ന CPM-നും കോൺഗ്രസിനും മുസ്ലിം ലീഗിന്റെ മൊഞ്ചിലോട് പെരുത്ത കൽബ്. കഴിഞ്ഞ കുറെ നാളായി ലീഗിനെ കൂടാതെ അധികാരത്തിലേറാൻ കഴിയില്ലെന്ന തെറ്റിദ്ധാരണയിലാണ് ഇരു പാർട്ടികളും. വെൽഫെയർ പാർട്ടിയും SDP-യും ലീഗിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മൂന്നായി ചിതറിക്കിടക്കുകയാണെന്ന് വ്യക്തം. പിന്നെ എന്തിനാണ് കോൺഗ്രസും CPM-ഉം ലീഗിന്റെ കോണിയിൽ ചാരാൻ വെമ്പുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന നിലപാടിലാണ് ലീഗ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ലീഗ് 3-ാം സീറ്റ് ആവശ്യപ്പെടാറുണ്ടെങ്കിലും കോൺഗ്രസ് അർഹിക്കുന്ന അവജ്ഞയോടെ ഇത് തള്ളിക്കളയുകയായിരുന്നു. ഇത്തവണയും അങ്ങനെയൊരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെങ്കിലും ലീഗ് അയയുന്ന ലക്ഷണമില്ല. 3-ാം സീറ്റ് തന്നേ തീരൂ എന്ന നിലപാടിലാണവർ. ലീഗിന് 3-ഓ 4-ഓ സീറ്റ് കൊടുക്കാൻ CPM തയ്യാറായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കയ്യും കാലും ഇട്ടടിക്കുകയാണ് കോൺഗ്രസ്. CPM-ന്റേത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അവസരവാദ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. 2011-ലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ലീഗിന് 5-ാം മന്ത്രിയെ അനുവദിച്ചപ്പോൾ CPM എടുത്ത നയം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. 5-ാം മന്ത്രി വേണമെന്ന് പറഞ്ഞ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് മുന്നിൽ സ്പോൺസേഡ് പ്രകടനം നടക്കുന്നു. 5-ാം മന്ത്രി സ്ഥാനം കിട്ടാതെ അടങ്ങില്ലെന്ന ലീഗിലെ ഒരു വിഭാഗം വാശി പിടിക്കുന്നുവെന്നും പിണറായി വിജയൻ അന്ന് ആരോപിച്ചു. ലീഗ് ഇതിനെല്ലാം പച്ചക്കൊടി കാണിക്കുന്നു. മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പലതും ചെയ്യുമെന്ന ഭീഷണിയും ലീഗ് മുഴക്കി. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് പിണറായി ചോദിച്ചിരുന്നു. ഇന്ന് പിണറായിക്കൊപ്പമുള്ളവരെല്ലാം ലീഗിന്റെ 3-ാം സീറ്റിനായി വാതോരാതെ വാദിക്കുന്നു. കേരളത്തിന്റെ ഭരണം നടത്തുന്നത് ഉമ്മൻചാണ്ടിയല്ല. അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഒരു ബൊമ്മ പോലെ ഇരിക്കുകയാണ്. ഭരണത്തിന്റെ നിയന്ത്രണം പാണക്കാട് തങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. KPCC എക്സിക്യൂട്ടീവും ഹൈക്കമാൻഡും എതിർത്തിട്ടു ഉമ്മൻചാണ്ടി ലീഗിന് 5-ാം മന്ത്രിയെ കൊടുത്തത് അതുകൊണ്ടാണ് എന്നാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചത്. 5-ാം മന്ത്രി മഞ്ഞളാംകുഴി അലി രാജ്ഭവനിൽ തൊപ്പിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മുദ്രാവാക്യം കേട്ടു. പാണക്കാട്ടെ തങ്ങൾ ആജ്ഞാപിക്കും, പാണക്കാട്ടെ തങ്ങൾ കൽപ്പിക്കും, നടപ്പിലാക്കൂ ഉമ്മൻചാണ്ടി എന്നതായിരുന്നു അത്. പാണക്കാട്ടെ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോൾ തിരിയുന്ന മരക്കുതിരയായി കോൺഗ്രസ് മാറിയെന്നും കോടിയേരി ആരോപിച്ചിരുന്നു. അങ്ങനെയുള്ള CPM ആണ് ഇന്ന് ലീഗിന് വേണ്ടി വാദിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അന്ന് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ പിന്തുണ നേടുന്നതിനാണ് CPM കോൺഗ്രസിനും ലീഗിനുമെതിരെ തിരിഞ്ഞത്. ഇന്ന് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ തള്ളിക്കൊണ്ടാണ് ലീഗിനെ ഇടതു മുന്നണിയിലേക്ക് ആനയിക്കാൻ തയ്യാറായിരിക്കുന്നത്. 1991-ലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളും LDF വിജയിച്ചിരുന്നു. അതോടെ LDF-ലേക്ക് വരാനായി ലീഗ് UDF വിട്ടു. ഇതിനിടെ നയനാർ ഗവൺമെന്റ് കാലാവധി അവസാനിക്കാൻ 1 കൊല്ലം ബാക്കി നിൽക്കെ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചു. എന്നാൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നും അവർക്ക് ഇടതുമുന്നണിയിൽ സ്ഥാനമില്ലെന്നും EMS പ്രഖ്യാപിച്ചതോടെ ലീഗ് UDF-ലേക്ക് മടങ്ങി. അതാണ് ചരിത്രം. CPM-ന്റെ ആചാര്യനായ EMS-ന്റെ നിലപാടുകളെ അവഗണിച്ചാണ് പിണറായിയും ഗോവിന്ദനും ലീഗിനെ പുണരാൻ തയ്യാറായി നിൽക്കുന്നത്. ലീഗ് ഇല്ലാതെ മത്സരിച്ചാൽ കോൺഗ്രസ് വട്ടപൂജ്യമാകുമെന്ന് വരെ MV ഗോവിന്ദൻ മാസ്റ്റർ തട്ടിവിട്ടു. ലീഗ് ഇല്ലാതെയാണല്ലോ CPM ഇതുവരെ ജയിച്ചത്. അങ്ങനെയെങ്കിൽ ഇവരെ ഇടത്തേക്ക് കൊണ്ടുവരാൻ ഇത്രയും വെപ്രാളം കാട്ടുന്നത് എന്തിനാണ്? LDF-ലേക്ക് പോകണമെന്നും വേണ്ടെന്നും ഉള്ള ശക്തമായ അഭിപ്രായം ലീഗിലുണ്ട്. ഇതേ ചൊല്ലി നേതാക്കൾ തമ്മിലുള്ള ആശയ ഭിന്നത രൂക്ഷമാണ്. ഇനിയൊരു തവണ കൂടി അധികാരം കിട്ടിയില്ലെങ്കിൽ തങ്ങളുടെ കാര്യം കട്ടപ്പുകയാണെന്ന് ചില ലീഗ് നേതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇടത്തേക്ക് ചായാൻ ആവേശം കാട്ടുന്നത്. UDF അല്ല LDF എന്ന കാര്യം ലീഗിലെ ചിലർക്കെങ്കിലും അറിയാം. കോൺഗ്രസിന്റെ അടുത്ത് നടത്തുന്ന പിപ്പിടി ഒന്നും CPM-ന്റെ അടുത്ത് ഏശില്ല. KB ഗണേഷ് കുമാറും ജോസ് K മാണിയും വരെ വെള്ളം കുടിക്കുകയാണ്. കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ധനകാര്യം അടക്കമുള്ള സുപ്രധാന വകുപ്പുകളാണ് കേരള കോൺഗ്രസ് M-ന് ലഭിച്ചിരുന്നത്. ഇപ്പോഴാകട്ടെ ജലസേചന വകുപ്പ് മാത്രം. കോൺഗ്രസിന് ലീഗ് വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. 3-ാം സീറ്റ് കൊടുത്താൽ 5-ാം മന്ത്രി പോലെ പ്രശ്നം വർഗീയവൽക്കരിക്കപ്പെടാം. അങ്ങനെയെങ്കിൽ BJP-ക്ക് അത് അനുകൂലമായി മാറും. ശബരിമല സമരകാലത്ത് BJP-യാണ് പ്രക്ഷോഭം നടത്തിയതെങ്കിലും വോട്ട് കിട്ടിയത് കോൺഗ്രസിനായിരുന്നു. 3-ാം സീറ്റ് നൽകിയാൽ 5-ാം മന്ത്രി പദത്തെ എതിർത്ത NSS അടക്കം BJP-ക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചേക്കാം. ഇനി ലീഗ് ഇടതിനൊപ്പം പോയാൽ ഹൈന്ദവരെല്ലാം BJP-യെ പിന്തുണയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. അങ്ങനെ എന്തുകൊണ്ടും കേരളത്തിലെ BJP-ക്ക് അനുകൂലമായ സമയമാണ് തെളിഞ്ഞു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.